പതിറ്റാണ്ടുകളോളം നമ്മെ വിസ്മയിപ്പിച്ച, പൊട്ടിച്ചിരിപ്പിച്ച, കരയിപ്പിച്ച, ആവേശഭരിതരാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന് ഒടുവിൽ അർഹിച്ച അംഗീകാരം കിട്ടിയിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഒരു സുവർണ അധ്യായം കുറിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ലാലേട്ടൻ, മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയിരിക്കുന്നു. വിമർശനങ്ങളെ പോലും ആരാധനയാക്കി മാറ്റുന്ന ഒരു മാന്ത്രികത മോഹൻലാൽ എന്ന പേരിനുണ്ട്. ഒരു കഥാപാത്രത്തിൽ നിന്നും മറ്റൊരു കഥാപാത്രത്തിലേക്ക് എത്ര അനായാസമായിട്ടാണ് അദ്ദേഹം നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു ശരാശരി സിനിമ പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് കാഴ്ച അനുഭവമാക്കി മാറ്റാൻ ലാലേട്ടന് കഴിവുണ്ട്. ലാലേട്ടന്റെ സിനിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ട്. അത് മികച്ചതായിരിക്കും എന്ന പ്രതീക്ഷ. ആ പ്രതീക്ഷ ഇന്നും നിലനിർത്താൻ അദ്ദേഹത്തിലെ നടൻ എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാം കുട്ടിക്കാലത്തെ ചലച്ചിത്ര ഓർമ്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവിടെയെല്ലാം ചിത്രം എന്ന സിനിമയിലെ വിഷ്ണുവിനെ കാണാം. വിരലുകൾ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുക്കുന്ന ആ ഒരു രംഗം എത്ര പേരെയാണ് ഫോട്ടോഗ്രാഫർമാരാക്കിയത്. ഒരു ഫിലിം റോൾ പോലും ഇല്ലാതെ കൂട്ടുകാർ പരസ്പരം ഫോട്ടോ എടുത്ത് ചിരിച്ച് ആ നിഷ്കളങ്കമായ കാലം. മോഹൻലാൽ എന്ന നടൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മാനറിസങ്ങൾ, ചിരി, നടത്തം, മീശ പിരിക്കലും അതെല്ലാം ഒരു തലമുറയുടെ ശീലമായി മാറി. 1980 20 വയസ്സുകാരനായി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ വില്ലൻ നരേന്ദ്രനായി സിനിമയിലേക്ക് എത്തിയ മോഹൻലാൽ പിന്നീട് നായകനായി മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി. 1983 വർഷത്തിൽ 25ഓളം സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി. 1986 എന്ന വർഷം ലാലേട്ടന്റെ കരിയറിലെ സുവർണ വർഷമായിരുന്നു. ആ വർഷം മാത്രം 34 ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയത്. TP ബാലഗോപാലൻ MA എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആദ്യമായി മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. രാജാവിന്റെ മകൻ എന്ന സിനിമയിലൂടെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു. താളവട്ടം, സന്മനസ്സുള്ളവർക്ക് സമാധാനം, നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ തുടങ്ങിയ ക്ലാസിക് ചിത്രങ്ങളും ആ വർഷം പുറത്തിറങ്ങി. പിന്നീട് ലാലേട്ടൻ എന്ന വിളിപ്പേര് ജനിച്ചത് സർവകലാശാല എന്ന സിനിമയിൽ നിന്നാണ്. ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ വല്യേട്ടനായി മാറിയ ലാൽ പിന്നീട് മലയാളികളുടെ എല്ലാം ലാലേട്ടനായി മാറി. 26 വയസ്സിൽ ലഭിച്ച ആ വിളിപ്പേര് ആരാധകരും ഫിലിം മാഗസിനുകളും ഏറ്റെടുത്തതോടെ ഒരു പദവി പോലെയായി. ഇന്ന് വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും ആ വിളിക്ക് ഒരു മാറ്റവുമില്ല. ലാലേട്ടൻ എന്നും നമ്മുടെ എല്ലാം ഏട്ടനാണ്. 20ാം നൂറ്റാണ്ട് എന്ന സിനിമയിലെ കഥാപാത്രം മുതൽ 21ാം നൂറ്റാണ്ടിലെ മോഹൻലാൽ കഥാപാത്രം വരെ പുതിയ ഭാവങ്ങൾ നേടി. തോറ്റുപോയ നിസ്സഹായനായ കഥാപാത്രങ്ങളിൽ നിന്നും മീശ പിരിച്ചും ഗുണ്ടകളെ ഇടിച്ചും വമ്പൻ ഡയലോഗുകൾ പറഞ്ഞും അദ്ദേഹം സിനിമ കൊട്ടകകളെ പൂരപ്പറമ്പാക്കി. ടെലിവിഷൻ വ്യാപകമാകുന്നതിന് മുമ്പ് സിനിമാ ശബ്ദരേഖകൾ ഓഡിയോ കാസറ്റുകളായി ഇറങ്ങിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ടേപ്പ് റെക്കോർഡറിന് ചുറ്റുമിരുന്ന് വന്ദനം, തൂവാനത്തുമ്പികൾ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ തുടങ്ങിയ സിനിമകളിലെ ഡയലോഗുകൾ കേട്ട് അത്ഭുതപ്പെട്ടിരുന്ന ഒരു തലമുറയുണ്ട്. പ്രണയ ലേഖനങ്ങളിൽ പോലും ലാലേട്ടൻ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഐ ലവ് യു എന്ന് പറയുന്നത് വലിയ പാതകമായിരുന്ന കാലത്ത് എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന് മോഹൻലാലിനെ അനുകരിച്ച് പ്രണയം പറഞ്ഞ എത്രയോ കാമുകന്മാരുണ്ട്. കാരണം ഐ ലവ് യു എന്ന് ഇത്രയും പ്രണയാർദ്രമായി കുറുമ്പുകൾ ചേർത്ത് മറ്റൊരു നടൻ പറഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല, ഒരു പെൺകുട്ടിയോട് പ്രണയം തുറന്നു പറയാൻ മനസ്സിൽ തെളിയുന്ന ആദ്യത്തെ ചിത്രം ഒരു ലാലേട്ടൻ കഥാപാത്രമാണ്. നല്ലൊരു അച്ഛനായും ഭർത്താവായും മകനായും സുഹൃത്തായും കാമുകനായും അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഓരോ മലയാളിയുടെയും ബോധമണ്ഡലത്തിൽ ഇന്നും മാതൃകയായി നിലകൊള്ളുന്നുണ്ട്. കുറച്ചു കാലം മുമ്പ് വരെ, കൃത്യമായി 2018 ശേഷം മോഹൻലാൽ എന്ന നടൻ മലയാള സിനിമയിൽ നിന്ന് പതിയെ മായുകയാണോ എന്ന് ഒരുപാട് പേർ സംശയിച്ചു. ഒടിയൻ എന്ന സിനിമയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് വലിയ വലിയ വിമർശനങ്ങളാണ്. ഇട്ടിമാണി, ബിഗ് ബ്രദർ, ആറാട്ട്, മോൺസ്റ്റർ തുടർച്ചയായ പരാജയങ്ങൾ. ലാലേട്ടൻ ഔട്ടായി, ഇനി ലാലേട്ടൻ സിനിമകൾ കാണില്ല. മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെട്ട നടനെ പരിഹസിക്കാൻ എല്ലാവർക്കും ഒരു പ്രത്യേക ഉത്സാഹമായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകളുടെ രൂപത്തെ, എന്തിനേറെ അദ്ദേഹത്തിന്റെ ശരീരത്തെ പോലും അവർ വിമർശിച്ചു.
അങ്ങനെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അവന്റെ വരവ്. സാക്ഷാൽ എബ്രഹാം ഖുറേഷി. പൃഥ്വിരാജ് എന്ന ഫാൻ ബോയുടെ കൈ പിടിച്ച് തിയേറ്ററുകളിൽ വീണ്ടും അദ്ദേഹം തീ പടർത്തി. ആ തീയിലകപ്പെട്ട വിമർശകരുടെ ഞെട്ടൽ മാറും മുമ്പേ മറ്റൊരു ഫാൻ ബോയിയായ തരുൺമൂർത്തിയുടെ ഷൺമുഖം എന്ന ബെൻസിലൂടെ മോഹൻലാൽ ഇനിയും ഇവിടെ തുടരുമെന്ന് അടിവരയിട്ട് തെളിയിച്ചു. അവിടം കൊണ്ടും തീർന്നില്ല. ഒടുവിലിത സത്യനന്ദിക്കാടിന്റെ മികവിൽ ആ പഴയ ചുള്ളൻ ചുടക്കുട്ടനായ നമ്മുടെ സ്വന്തം ലാലേട്ടനെ ഹൃദയപൂർവ്വം മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റി. കുടുംബം ഏറ്റെടുത്ത തിയേറ്ററുകളിൽ 6 മുതൽ 60 വരെയുള്ളവരെ നമുക്ക് കാണാനായി. അതെ, അദ്ദേഹം തലമുറകളുടെ നായകനാണ്. മകനായും സഹോദരനായും അച്ഛനായും അദ്ദേഹം കേരളത്തിലെ ഓരോ കുടുംബങ്ങളിലും ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. ഒരുപാട് വിമർശനങ്ങളെയും പരിഹാസങ്ങളെയും നിശബ്ദമായി നേരിട്ട് പ്രതികരണമില്ലാതെ തന്റെ സിനിമകളിലൂടെ മാത്രം മറുപടി നൽകിയ ഒരു നടൻ. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് തന്റെ സിംഹാസനം ഇപ്പോഴും തന്റേത് മാത്രമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച രാജാവ്. അതായിരുന്നു 2025 മോഹൻലാൽ എന്ന താരത്തിന്റെ മാസ് തിരിച്ചുവരവ്. അതെ, എല്ലാവരും അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞെന്ന് വിധി എഴുതിയപ്പോൾ കാലം അദ്ദേഹത്തിന് വേണ്ടി ഒരു മറുപടി കാത്തുവച്ചിരുന്നു. എന്തായാലും ഈ വർഷം നമ്മളുടെ ലാലേട്ടന് ലഭിച്ച ഈ അവാർഡ് എല്ലാ ആരാധകർക്കും അഭിമാനമാണ്. ഇനിയും വൃഷഭയും ഭബ്ബയും ദൃശ്യം 3യും ഒക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഈ അവാർഡ് ലാലേട്ടന് ഇനിയും മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാകട്ടെ. നമ്മുടെ സ്വന്തം ലാലേട്ടന് ഈ അംഗീകാരം ലഭിച്ചതിൽ നമുക്കെല്ലാം സന്തോഷിക്കാം, അഭിമാനിക്കാം. എന്തായാലും ലാലേട്ട, നിങ്ങൾ ഇനിയും തലമുറകളുടെ ലാലേട്ടനായി ഇനിയും ഇവിടെ തുടരും. ഒന്നുകൂടി പറയാം, ഇത് മോളിവുഡ് അല്ല, മോഹൻലാൽ വുഡാണ്. ലാലേട്ട, സ്റ്റിൽ വി ലവ് യു.